ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ മൈ ഡിയർ സ്റ്റുഡൻസ്. നമ്മുടെ സെക്കൻഡ് സെമസ്റ്റർ ബികോം ഡിഗ്രി എക്സാമിനേഷനിൽ ഒരു ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റാണ് ഫങ്ഷണൽ ആപ്ലിക്കേഷൻ ഓഫ് മാനേജ്മെൻറ്റ്. സോ നമ്മുടെ ഈ വർഷത്തെ കുട്ടികൾക്ക് പ്രീവിയസ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്യാനോ കാര്യങ്ങളോ ചെയ്യാനോ ഒന്നുമില്ല. ബിക്കോസ് നമ്മുടെ പുതിയ സിലബസ് പ്രകാരം നമ്മുടെ ഫസ്റ്റ് ബാച്ച് കുട്ടികൾ എക്സാം എഴുതാൻ പോകുന്നേ ഉള്ളൂ. സോ യൂണിവേഴ്സിറ്റി സൈറ്റിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ തന്നിട്ടുണ്ട്. സോ ആ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കണം. സോ ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്. ഫസ്റ്റ് ഞാനിപ്പം നോക്കുന്നത് 1 മാർക്കിന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. നമ്മുടെ ഫങ്ഷണൽ ആപ്ലിക്കേഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ബികോമിൻ്റെ സെക്കൻഡ് സെമസ്റ്റർ സബ്ജക്റ്റിൽ ഏതൊക്കെ നമുക്ക് 1 മാർക്കിന് എക്സ്പെക്റ്റ് ചെയ്യാം. ടോട്ടൽ 5 മൊഡ്യൂളുണ്ട്. സോ ഈ ഒരു 5 മൊഡ്യൂളിൽ നിന്നും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് 1 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ മാറിയത് കൊണ്ട് തന്നെ നമുക്കൊരു ഹാഫ് മാർക്ക് ക്വസ്റ്റ്യൻ എന്നൊക്കെ പറഞ്ഞിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കുട്ടികളുടെ മനസ്സിലേക്ക് ആദ്യമേ വരണം. എന്തെന്ന്, നമുക്ക് 1 മാർക്കിന് ചോദ്യം വരും. അപ്പോൾ അധികവും വാട്ട് യു മീൻ ബൈ ഓർ ഡിഫൈൻ എ പെർട്ടിക്കുലർ കോൺസെപ്റ്റ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു കാര്യം നിങ്ങളത് ഓർമ്മിച്ച് വെക്കണം. കാരണം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് 1 മാർക്കിന് ചോദിക്കാൻ ഫസ്റ്റ് സാധ്യതയുള്ളത്. കാരണം ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല, ഹാഫ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇല്ലാത്തതുകൊണ്ട്. സോ ഞാൻ ഡയറക്റ്റായിട്ട് ഞാൻ എൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിലോട്ട് കടക്കുന്നതാണ്. നമ്മുടെ ഫങ്ഷണൽ ആപ്ലിക്കേഷൻ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഫസ്റ്റ് മൊഡ്യൂളായിട്ട് നമുക്ക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. സോ അതിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് 1 മാർക്കിന് എക്സ്പെക്റ്റ് ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ ഡിഫൈൻ ഫൈനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ്. ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. സോ അത് 1 മാർക്കിന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ദെൻ വാട്ട് ഈസ് ഫൈനാൻഷ്യൽ പ്ലാനിങ്. ചിലപ്പോൾ വാട്ട് യു മീൻ ബൈ ഫൈനാൻഷ്യൽ പ്ലാൻ എന്ന് ചിലപ്പം ചോദിക്കാം. ഓക്കെ, ദെൻ വാട്ട് ഈസ് അണ്ടർ ക്യാപിറ്റലൈസേഷൻ. ദെൻ വാട്ട് ഈസ് ഓവർ ക്യാപിറ്റലൈസേഷൻ. ഈ 2 ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുന്ന സമയത്ത് നിങ്ങൾ സ്പെസിഫൈ ചെയ്ത് നിങ്ങളുടെ സിലബസ് ഒന്ന് ചെക്ക് ചെയ്യണം. ബിക്കോസ് നിങ്ങളുടെ സിലബസിൽ ഓവർ ക്യാപിറ്റലൈസേഷനും അണ്ടർ ക്യാപിറ്റലൈസേഷനും മാത്രമാണുള്ളത്. ബ്രാക്കറ്റിൽ മീനിങ് ഓൺലി, മീനിങ് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എന്ന് സിലബസ് പ്രോപ്പറായിട്ട് പറയുന്നുണ്ട്. മീനിങ് മാത്രം ടീച്ചേഴ്സ് പഠിപ്പിച്ചാൽ മതി. സോ അതുകൊണ്ട് ഇത് 1 മാർക്കിന് 100% ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. നിങ്ങളുടെ സിലബസിൽ ഇപ്പോൾ അണ്ടർ ക്യാപിറ്റലൈസേഷനും ഓവർ ക്യാപിറ്റലൈസേഷനും മാത്രമേ ഉള്ളൂ. ദെൻ ഒരു നോർമൽ ക്യാപിറ്റലൈസേഷനും കൂടി ഉണ്ട്. അത് ഞാൻ സിലബസിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്ത് ഞാൻ കാണിച്ചിട്ടില്ല. ദെൻ നെക്സ്റ്റ് നമുക്കുള്ളത് വാട്ട് ഈസ് ഫിക്സ്ഡ് ക്യാപിറ്റൽ. വാട്ട് യു മീൻ ബൈ ഫിക്സ്ഡ് ക്യാപിറ്റൽ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് വാട്ട് ഈസ് വർക്കിംഗ് ക്യാപിറ്റൽ. ശ്രദ്ധിക്കേണ്ട പോയിന്റാണ് വാട്ട് ഈസ് വർക്കിംഗ് ക്യാപിറ്റൽ. ദെൻ വാട്ട് ഈസ് ക്യാപിറ്റൽ സ്ട്രക്ചർ. 1 മാർക്കിന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. ഓക്കെ, സോ ഇനി എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഇത് മാത്രം പഠിച്ചു പോയ കാര്യമില്ല. പക്ഷേ നമ്മുടെ ആ സിലബസ് പ്രകാരം 1 മാർക്കിന് എന്തൊക്കെ ചോദിക്കാം അല്ലേ, അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. സോ നമ്മുടെ മൊഡ്യൂൾ 1 നമ്മുടെ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ഒരു സോഴ്സസ് ഓഫ് ഫണ്ട് എന്ന് പറയുന്ന ഒരു ഏരിയയും കൂടി ഉണ്ട്. അതിൽ ചിലപ്പോൾ 1 മാർക്കിന് ചോദിക്കുന്നത് വാട്ട് യു മീൻ ബൈ സോഴ്സസ് ഓഫ് ഫണ്ട് എന്ന് ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു വാട്ട് യു മീൻ ബൈ ഷെയർ എന്ന് ചിലപ്പം ചോദിച്ചേക്കാം. വാട്ട് യു മീൻ ബൈ റീറ്റെയിൻഡ് ഏർണിങ്സിന് ചിലപ്പം ചോദിച്ചേക്കാം. സോ അത് ഞാൻ അത്ര സ്പെസിഫൈ ചെയ്തിട്ട് ഈ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ഞാനത് സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല. ഓക്കെ, സോ നമ്മുടെ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ മൊഡ്യൂൾ 1 ഈ 7 ക്വസ്റ്റ്യൻസ് ഒന്ന് ശ്രദ്ധിക്കണം. യൂണിവേഴ്സിറ്റി തന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്തും നിങ്ങൾ യൂണിവേഴ്സിറ്റി സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് നോക്കുക. സോ അതിലും ഈ മോഡൽ ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത് മൊഡ്യൂൾ 1. വാട്ട് ഈസ് ഓവർ ക്യാപിറ്റലൈസേഷൻ ഒക്കെ അതിൻ്റെ അകത്ത് ഓൾറെഡി ചോദിച്ചിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് മൊഡ്യൂൾ 2 ആണ്. മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് മാനേജ്മെൻ്റ് ആണ് സബ്ജക്റ്റ്. ഓക്കെ, സോ നമ്മുടെ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഫസ്റ്റ് 1 മാർക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം വാട്ട് യു മീൻ ബൈ മാർക്കറ്റിംഗ് എന്ന് ചിലപ്പം ചോദിക്കാം. അല്ല, അത് ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടില്ല. സോ വാട്ട് യു മീൻ ബൈ മാർക്കറ്റിംഗ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ദെൻ വാട്ട് ഈസ് മാർക്കറ്റിംഗ് മിക്സ് അല്ലേ, ദാറ്റ് ഈസ് 4 P's ആണ്. നിങ്ങൾക്ക് അറിയാം മാർക്കറ്റിംഗ് മിക്സ് എന്ന് വെച്ചാൽ 4 P'സിനെ കുറിച്ചാണ് നിങ്ങൾ എഴുതേണ്ടത്.
Then what is PLC? Product life cycle. Then what is branding? What is brand equity? What is market segmentation? What is product positioning? വാട്ട് ഈസ് ടാർഗറ്റ് മാർക്കറ്റിംഗ്? ഇതൊക്കെ ഒരു മാർക്കിന് നമുക്ക് 100% എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ. ഇതിൽ പല ക്വസ്റ്റ്യൻസും 8 മാർക്സിനും 3 മാർക്സിനും കൂടി ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. പക്ഷേ ഇപ്പം ഞങ്ങൾ 1 മാർക്കിൻ്റെ കോൺസെപ്റ്റ് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് മൂന്നാമത്തെ മൊഡ്യൂളിൽ മാർക്കറ്റിങ്ങിൻ്റെ മാർക്കറ്റിംഗ് സബ്ജക്റ്റിൻ്റെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് നമ്മുടെ റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ മാർക്കറ്റിംഗ് നമുക്ക് വേണമെങ്കിൽ പറയാം. നിങ്ങളുടെ സിലബസിൽ മൂന്നാമതായിട്ടുള്ളത് മാർക്കറ്റിംഗ് ഇൻ ദ ഗ്ലോബലൈസ്ഡ് സിനാറിയോ എന്നാണ് ഹെഡിങ്, നമ്മുടെ മൂന്നാമത്തെ മൊഡ്യൂളിൻ്റെ പേര്. സോ അതിൽ നമ്മുടെ പുതിയ മോഡേൺ ട്രെൻഡ്സ് ഇൻ ദ കേസ് ഓഫ് മാർക്കറ്റിംഗ് ഏതൊക്കെയാണ് വന്നിട്ടുള്ളത്. സോ ആ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ എസ്സേക്ക് പോലും ചിലപ്പോൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. പക്ഷേ നമുക്ക് വേറെ കുറേ എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഉള്ളതുകൊണ്ട് അത് വരുമോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയ ഒരു മൊഡ്യൂൾ തന്നെയാണത്. എസ്പെഷ്യലി 3 മാർക്കിന് അധികവും ചോദിക്കും. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഓൺലൈൻ മാർക്കറ്റിംഗ്, വാട്ട് ദ സ്കോപ്പ് ഓഫ് സർവീസ് മാർക്കറ്റിംഗ് എന്നൊക്കെ കേട്ടോ. സോ മൊഡ്യൂൾ 3ൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഓൺലൈൻ മാർക്കറ്റിംഗ് ഓർ വാട്ട് ഈസ് മാർക്കറ്റിംഗ്, ദറ്റ് ഈസ് ഇലക്ട്രോണിക് മാർക്കറ്റിംഗ്. ദെൻ വാട്ട് ഈസ് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്, വാട്ട് ഈസ് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്. Then what is direct marketing, what is service marketing, what is social marketing. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ 1 മാർക്സിൻ്റെ കേസിൽ മൊഡ്യൂൾ 3 നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മൊഡ്യൂൾ 4 and 5 ആണ്. ഞാനിവിടെ മൊഡ്യൂൾ 4 മാത്രമേ എഴുതിയിട്ടുള്ളൂ. മൊഡ്യൂൾ 4 ഉണ്ട് 5 ഉണ്ട്. രണ്ടും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റുമായിട്ട് റിലേറ്റഡ് ചെയ്ത 2 മൊഡ്യൂൾസാണ് 4ഉം 5ഉം. സോ അതിൽ ഫസ്റ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നത് വാട്ട് ഈസ് HR പ്ലാനിങ്, വാട്ട് ഈസ് HR പ്ലാനിങ്. ദെൻ ഏറ്റവും സിമ്പിളായിട്ട് ചിലപ്പം ചോദിക്കാം വാട്ട് യു മീൻ ബൈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ദെൻ വാട്ട് ഈസ് ജോബ് അനാലിസിസ്. ദെൻ വാട്ട് ഈസ് ജോബ് ഡിസ്ക്രിപ്ഷൻ, വാട്ട് ഈസ് ജോബ് സ്പെസിഫിക്കേഷൻ. 1 മാർക്കിന് ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങളുടെ സീനിയേഴ്സ് ബാച്ചിൻ്റെ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റ് ആയിരുന്നു പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിങ്ങും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റും ഒക്കെ. സോ ആ സമയത്തൊക്കെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. ദെൻ വാട്ട് യു മീൻ ബൈ ഇൻഡക്ഷൻ. ദെൻ വാട്ട് ഈസ് ജോബ് ഇവാലുവേഷൻ. ദെൻ വാട്ട് ഈസ് റിക്രൂട്ട്മെൻറ്റ്, വാട്ട് ഈസ് സെലക്ഷൻ, വാട്ട് ഈസ് പെർഫോമൻസ് അപ്രൈസൽ, വാട്ട് ഈസ് ട്രെയിനിങ്. അല്ലേ, അറൗണ്ട് 29 ക്വസ്റ്റ്യൻസ് ഉണ്ട് നമ്മൾ 1 മാർക്കിന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ. സോ നിങ്ങൾ ആദ്യം എന്ത് വേണം, ഈ 29 ക്വസ്റ്റ്യൻസ് പ്രോപ്പറായിട്ടൊന്ന് പഠിക്കുക. സോ അതിനാൽ തന്നെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ്, എന്താണ് നമ്മുടെ മുഴുവൻ സിലബസ് എന്താണ്. കാരണം നമുക്ക് കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ, നമുക്ക് അത്ര ഗ്യാപ്പ് നമുക്ക് പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വന്നു ഈ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ കൊണ്ട്. സോ ആദ്യം ഇനി ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിൽ വെച്ചുകൊണ്ടാണ് നിങ്ങളിനി എക്സാമിനെ കാണേണ്ടത്. ഒരു വിസ്തരിച്ചുള്ള വായനയ്ക്ക് പുറമെ നമുക്ക് പറ്റിയത് നമുക്ക് കുറച്ച് കൂടുതൽ എഫേർട്ട് എടുത്താലും നമുക്ക് നമ്മുടെ ബ്രെയിനിലേക്ക് മനസ്സിലാക്കുന്ന ടോപ്പിക്സ് ഒക്കെ ഉണ്ട്. സോ അതൊക്കെ വെച്ചിട്ട് നിങ്ങളിനി നിങ്ങളുടെ ഉള്ള സമയം പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. സോ ഇതാണ് 1 മാർക്ക് ക്വസ്റ്റ്യൻസിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. 3 മാർക്സ് ആൻഡ് 8 മാർക്സ് I will discuss later. Okay, thank you.